ബഹുമാന്യരായ നാട്ടുകാരെ, എൻ്റെ ചാനൽ വ്യൂവേഴ്സ്, കേരളത്തിൽ നിന്ന് മലയാളികൾ തിരുവോണം ആഘോഷിക്കുകയുണ്ടായി. അതുപോലെ വിദേശത്തുള്ളവരും എല്ലാം ഓണം ആഘോഷിക്കുകയുണ്ടായി. എന്നാൽ കേരളത്തിൽ ചിലയിടങ്ങളിൽ നല്ല രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നതായും അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളതായും അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അവർക്കൊന്നും ഓണം കൂടാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നേപ്പാൾ വെള്ളത്തിലായിരിക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ചൈനയുടെ പ്രദേശങ്ങളും നേപ്പാളും മിന്നൽ പ്രളയത്തിൽപ്പെട്ട് വല്ലാത്ത ഒരു സാഹചര്യമാണ് അവിടുത്തെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയോ ഏതോ ഒരു രാജ്യത്ത് ഭൂചലനമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് മിന്നൽ പ്രളയം സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിലും 5 ദിവസത്തോളം മഴയുണ്ടാകും. റെഡ് അലർട്ടും യെല്ലോ അലർട്ടുമൊക്കെയാണ് നൽകിയിരിക്കുന്നത്. ഏകദേശം 2006 കാലഘട്ടത്തിൽ ഒമാൻ സർക്കാർ പ്രഖ്യാപിച്ചു അടിയന്തരമായി 3 ദിവസം അവധി കൊടുക്കണം, വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് എന്ന്. ആ 3 ദിവസവും നല്ല മഴയായിരുന്നു. ഒരല്പം പോലും തോർന്നു നിൽക്കാത്ത മഴയുണ്ടായിരുന്നു. ആ മഴയത്ത് അതിദാരുണമായ വെള്ളപ്പൊക്കമുണ്ടാവുകയും കോടിക്കണക്കിന് രൂപയുടെ, അതായത് 250 കോടിക്ക് മുകളിൽ ടൊയോട്ട കമ്പനിക്ക് പുത്തൻ വണ്ടികൾ ഒലിച്ച് കടലിൽ പോവുകയാണ് ഉണ്ടായത്. അതിൽ ടിപ്പർ ലോറികൾ വരെ ഉണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെയും കാറ്റിൻ്റെയും തീയുടെയും ശക്തി എന്താണെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനെ ഒന്നും ജനങ്ങൾക്ക് യാതൊരു വിധമായി തടയാനോ ഒന്നും കഴിയാൻ പറ്റാത്ത ഒന്നാണ് ഈ അവസ്ഥ. അത് നേരിട്ടറിയണം. അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ കേരളത്തിലെ മന്ത്രിസഭകൾ കൈയിട്ട് വാരുന്നത് അത് മതിയാക്കാൻ കേരളത്തിലെ മന്ത്രിസഭ ഒരു കാരണവശാൽ ഇനി പ്രളയമല്ല, ആ പ്രളയം സംഭവിച്ചാൽ പോലും അവിടുന്ന് കൈയിട്ട് വാരും. അതാണ് നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭ എന്ന് പറയുന്നത്. അത് BJP ആവട്ടെ, ഇടതുപക്ഷമാവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ആരായിരുന്നാലും അത് പഠിച്ചതേ പാടൂ. അതുകൊണ്ട് ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ എന്തായിരുന്നാലും നേപ്പാളിലെ ജനങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് അതിദാരുണമായ സംഭവമാണ്. അത് ഇന്ത്യ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലൈറ്റുകളും ഹെലികോപ്റ്ററുകളും എല്ലാം അയക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ തിരുവോണ നാളിൽ അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളും സൂക്ഷിക്കേണ്ടതായുണ്ട്. പ്രകൃതി ദുരന്തം എവിടെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ വളരെ ജാഗരൂകരായിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ തിരുവോണ ദിവസം എൻ്റെ ശുഭരാത്രി ആശംസകൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം.